ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. സോ രാവിലെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാനും ഉണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവിങ് ഞാനവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സോ എക്സൈറ്റഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഓടിക്കാനറിയാം. അപ്പോൾ ഇന്ന് ആ സാറ് നമ്മുടെ ഒരു ചെറിയൊരു ടെസ്റ്റ് പോലെ എങ്ങനെയുണ്ട് ഓടിക്കുന്നതെന്നൊക്കെ നോക്കിയതിന് ശേഷം പറയും എത്ര ക്ലാസ് വേണമെന്ന്. സോ ഐ ഹോപ്പ് നന്നായി ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. ഇപ്പോൾ ഡ്രൈവിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ഇറ്റ് വാസ് നൈസ്. കുഴപ്പമില്ലാണ്ട് ഓടിച്ചു കേട്ടോ. നമുക്ക് ഇന്ന് അറിയാൻ പറ്റും എത്ര ക്ലാസ് വേണ്ടി വരും. ലെറ്റ്സ് സീ. സോ ഇന്നത്തെ ആർട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് വേണം. സോ നമ്മുടെ ഗാർഡനിൽ പോയിട്ട് കുറച്ച് പ്ലാന്റ്സ് ആൻഡ് ലീവ്സൊക്കെ കട്ട് ചെയ്യാം. ഗൈസ്, വെൽക്കം ടു ഡേ 4. അങ്ങനെ നമ്മൾ ഡേ 4 എത്തിയിരിക്കുകയാണ്. ആൻഡ് നല്ല ചൂട് അല്ലേ? എല്ലാവരും വെള്ളം കുടിക്കണ്ടെന്ന് വിചാരിക്കണു. നല്ല വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്. പിന്നെ പറയുന്ന പോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക, നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്ലസ് നിങ്ങൾ നിങ്ങളുടെ ടാസ്കുകൾ പ്ലാൻ ചെയ്യുക, അത് ടിക്ക് ഇട്ടിട്ട് പോവുക, അങ്ങനെ എല്ലാം ചെയ്യുക. ഓക്കെ, ഇന്ന് വളരെ ബിസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ആൻഡ് ഇന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഒരു പെൻഡിങ് ആയിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. ഇത് ഈ ഒരു മാല ആൻഡ് ഇതിൻ്റെ സെറ്റ് ഞാൻ കാണിച്ചു തരാം. സോ ഇതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള ടാസ്ക് ഫോർ ദ ഡേ. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതല്ലേ ഈ ഒരു സെറ്റായിട്ടാണ് ഇത് വരുന്നത്. ഈ ഒരു നെക്ക് പീസ് ആൻഡ് സെറ്റ് റെഡിയാണ്. അതുകൂടാണ്ട് തന്നെ വേറൊരു നെക്ക് പീസ് ആൻഡ് സെറ്റ് റെഡിയാണ്. അങ്ങനെ അതൊക്കെയായിരുന്നു എൻ്റെ പണികൾ. നല്ല ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഡേ ആണെന്ന്. പ്ലസ് കുറച്ച് പോർട്രേറ്റ്സിൻ്റെ അപ്രൂവൽ എടുക്കാണ്ടായിരുന്നു. സോ അതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഡേ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇനി നമുക്ക് നമ്മുടെ ടാസ്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രസ്ഡ് ഫ്ലവർ ആൻഡ് പ്രസ്ഡ് പ്ലാന്റ് ആർട്ട് എന്ന് തന്നെ പറയാം. മെയിൻലി പ്രസ്ഡ് ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഫ്ലവേഴ്സ് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലക്ക് ചെയ്യുക. ഗാർഡനിൽ തന്നെ വേണമെന്നില്ല, എവിടെയെങ്കിലും കുഞ്ഞി എന്താ പറയുക, നല്ല ഡീറ്റെയിലിങ്ങുള്ള. പിന്നെ ഞാനൊരു തുളസി ചെടിയുടെ ഇതെടുത്തിട്ടുണ്ട്. പ്ലസ് ഇതൊരു റോസ് പ്ലാന്റിൻ്റെ ലീഫാണ്. അങ്ങനെ ക്യൂട്ടായിട്ട് കാണുന്ന എന്തും കുഞ്ഞിതായിട്ടുള്ളതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ബേസിക്കലി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് ഡ്രൈ ചെയ്യാൻ പോവാണ്. അതായത് നമ്മളൊരു സർഫസിൽ വെച്ചിട്ട് പ്രസ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഡ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് ക്രാഫ്റ്റിൻ്റെ മേലെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. സോ പെട്ടെന്ന് തന്നെ നമുക്കൊരു ബർത്ത്ഡേ കാർഡ്, ആനിവേഴ്സറി കാർഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. രസമല്ലേ കാണാനായിട്ട്? അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഗെസ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു താങ്ക് യു കാർഡ്സിനെ കുറിച്ച്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതിൽ ഞാൻ പറയുന്നത്. സോ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ഫ്ലവേഴ്സ് വേണമെന്ന് തന്നെ ഇല്ല. നമുക്ക് ലീവ്സ് ആണെങ്കിലും കുഴപ്പമില്ല, ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പോൾ പിന്നെ വേണ്ടത് അയൺ ബോക്സ്. ഇനി ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സും ലീവ്സൊക്കെ അതിലേക്ക് വെക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബുക്ക് എടുക്കുക ആൻഡ് നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലവേഴ്സ് വയ്ക്കുക. എങ്ങനത്തെ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെക്കുക ആൻഡ് ലീഫ് ഇങ്ങനെ വെക്കുക. ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്. നോക്കട്ടെ, ഇങ്ങനെ സ്പേസിങ് അറേഞ്ച് ചെയ്തിട്ട് വെക്കുക. ആൻഡ് ഈ ഒരു പേപ്പർ ഇതിൻ്റെ മേലെ പ്രസ്ഡ് ആയിട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൂക്ഷിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ കുറച്ച് നേരം വെക്കുക, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക, നന്നായിട്ടില്ല. ഓപ്പൺ ചെയ്ത് നോക്കുക, കുറച്ച് പ്രസ്ഡ് ആയിട്ടുണ്ട്. ഇതിൽ ആ ഒരു വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഇങ്ങനെ പതുക്കെ പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ചെയ്യാം. പേപ്പർ ബേൺ ആവാണ്ട് സൂക്ഷിക്കണം. ഇത് പതുക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. പേപ്പർ നല്ല ചൂടുണ്ട്.
ഓക്കെ. സോ അത്യാവശ്യം ഇതായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഇതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്തില്ലേ? കുറച്ചും കൂടി ആകുമ്പോൾ ഈ കളർ കുറച്ചും കൂടി ഫെയ്ഡാവും, പക്ഷേ ഇറ്റ്സ് വെരി നൈസ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ലീഫും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ആ കളേഴ്സ് റീറ്റെയിൻ ആയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. കുറച്ച് കഴിഞ്ഞാൽ ഫീഡ്. ഇത് കണ്ടോ, ഇത് ബ്രേക്കായി. ഓക്കെ, ഇത് ബ്രേക്കായ സ്ഥിതിക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും പെട്ടെന്നത് ബ്രേക്ക് ആവുന്നുണ്ട്. സോ അത് അത്രയും ഡ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു ഫ്ലവർ ഇങ്ങനെ ഇരിക്കുന്നത്, ഇത് കുറച്ചും കൂടി ഡ്രൈ ആവണമെന്ന് ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നല്ല പ്രിറ്റി ആയിട്ടില്ലേ? ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു കാർഡ് ഉണ്ടാക്കാം. ഓക്കെ, ചെയ്യുന്നില്ലേ, നമ്മൾ ഈ ഒരു ഫ്ലവറാണ് ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാനാണ് ഇത്. നമുക്ക് ഒരുപാട് ടൈം ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള ഫ്ലവേഴ്സ് ഞാൻ ജസ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ടൈറ്റ്ലി പ്രസ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. വെച്ചിട്ട് വെറുതെ പ്രസ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. പതുക്കെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ടൈ ചെയ്തിട്ട് എവിടെയെങ്കിലും വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള സാധനം ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് കുറച്ചൊരു 1 വീക്ക് 2 വീക്കിന് ശേഷം എടുത്ത് നോക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഈ ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പർ ഉണ്ട്. നമുക്ക് ഏതൊരു ഷീറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആൻഡ് ദെൻ ഫോൾഡ് ദിസ്. നമുക്കിപ്പോൾ തന്നെ ഒരു കാർഡ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ഇതിൽ പ്ലേസ് ചെയ്യാം. ഇത് നമ്മൾ അയൺ ബോക്സ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നില്ല. ഇത് അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. അത്ര ഡ്രൈ ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ നമുക്കത് യൂസ് ചെയ്യാം. കുറച്ച് ഇരിക്കുമ്പോൾ അത് ഡ്രൈ ആയിക്കോളും. അപ്പോൾ ഇത് ഡ്രൈ ആവണതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കളേഴ്സും കുറച്ച് ഫെയ്ഡ് ആവും, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ ഞാൻ ചോദിക്കുന്നത്? സോ ഇത് നമുക്ക് ഇവിടെ പതുക്കെ എടുക്കാം. ഓക്കെ, അത് ബ്രേക്കായി. നല്ല കെയർഫുൾ ആവണം കേട്ടോ, പെട്ടെന്ന് ബ്രേക്ക് ആവും. കാരണം ഇത് ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. സോ നമുക്കത് പ്ലേസ് ചെയ്യാം. ബ്രേക്കായി, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു സ്റ്റെമ്മിനെല്ലാം കൂടി ആക്കിയിട്ട് പ്ലേസ് ചെയ്യാം. ഈ ഒരു ലീഫും കൂടി നോക്കാം നമുക്ക്. ഓക്കെ, ചെയ്യാം. എക്സസ് ഗം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ജസ്റ്റ് പ്ലേസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിയർ വൺസിന് സ്പെഷ്യലായിട്ട് കാർഡ് ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങളുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് യു ക്യാൻ മേക്ക് എ ഡ്രസ്, ഫ്ലവർ ആർട്ട് ആൻഡ് ഒരു കാർഡ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമ്മുടെ ബുക്ക് ഡെക്കറേറ്റ് ചെയ്യാം, വാൾ ആർട്ടായിട്ട് വയ്ക്കാം. അങ്ങനെ നല്ല രസമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഫെയ്ഡ് ആവും, അത്രയേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം, വേറെ സംഭവം കാണിച്ചു തരാം. താങ്ക്
താങ്ക് യു കാർഡ്സ് ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, സി ഞാൻ ഇത് ഉണ്ടാക്കിയതാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 1-2 years ഓൾഡ് ആയിട്ടുള്ള പ്രസ്ഡ് ഫ്ലവേഴ്സാണത്. ഇത് ബോഗൺവില്ലയുടെ കുഞ്ഞി ഫ്ലവറാണ്. ഇത് ലീഫ്, പല പല ലീഫ് ആൻഡ് ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ താങ്ക് യു കാർഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര പ്രഷ്യസാണ്, കാരണം ഈ ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ഓൾഡാണ്. ഓൾമോസ്റ്റ് 1 year 2 year ഓൾഡാണ്. അത് കാരണം വളരെ പ്രഷ്യസാണ് എനിക്ക്. ആൻഡ് നിങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ആർ റിയലി സ്പെഷ്യൽ. അപ്പോൾ ഇതാണ് അപ്പം ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഞാനിങ്ങനെ അയൺ ബോക്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ല. നോർമലി ഇത് ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് പെട്ടെന്ന് തോന്നി ചെയ്ത് നോക്കാമെന്ന്. ആൻഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി കളർഫുള്ളാണ്, കാരണം ഇത് ഒരുപാട് നാളിരുന്നിട്ട് അതിൻ്റെ കളേഴ്സ് ഫെയ്ഡ് ആയതാണ്. ഇത് കുറച്ചും കൂടി കളർഫുള്ളാണ്. സോ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കൂ ആൻഡ് പറയൂ. ആൻഡ് നിങ്ങളുടെ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യൂ ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് നാളെ കാണാം. ബൈ.